and welcome to USS Champion League. So, നമ്മൾ ട്രയാങ്കിൾസ് എന്നുള്ള ചാപ്റ്റർ ഒരുപാട് വീഡിയോസ് ചെയ്തു അല്ലേ. ഇനി നമ്മൾ കുറച്ചും കൂടി പ്രോബ്ലംസ് ചെയ്യാണ്ട്, സോ അതും കൂടെ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. യെസ്, സോ അതിന് മുന്നേ എക്സാം വൈയുടെ USS കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാട്സാപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. അതിൽ ഇതുവരെ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് USS റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് അപ്ഡേറ്റ്സ് അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡെയിലി ക്വിസ്, മോക്ക് ടെസ്റ്റ് ഇതൊക്കെ അവൈലബിൾ ആയിരിക്കും. സോ പെട്ടെന്ന് തന്നെ അതിൽ ജോയിൻ ചെയ്യാം. യെസ്, സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ട്രയാങ്കിൾ ABC. യെസ്, അപ്പോൾ നമുക്കിവിടെ ഈ ഒരു ABC എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രയാങ്കിൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. സോ അതിൻ്റെ ഒരു ആംഗിൾ 50 ആണ്, ഇവിടെ 30 ആണ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ 2x ആണ്. ഇനി നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് വാട്ട് ഈസ് ദ മെഷർ ഓഫ് CDB എന്നാണ്. CDB എന്ന് പറഞ്ഞാൽ ഈ ഒരു ആംഗിൾ അല്ലേ, അതായത് Y എന്നുള്ള ആംഗിളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക, നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്നത് ട്രയാങ്കിൾ ABC ആണ് കേട്ടോ. ഓക്കെ, ABC എന്നുള്ള ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ 50 + 30 + 2x ചെയ്താൽ 180 ഡിഗ്രി കിട്ടണം അല്ലേ. സോ 50 + 30 + 2x = 180 ഡിഗ്രി. സോ 50 + 30 എത്രയാ? 80 ആണ്. സോ 180 - 80 എന്ന് പറയുമ്പോൾ 100 ആണ് അല്ലേ. അത് ഈ ഒരു 50 + 30 നമ്മൾ എന്ത് ചെയ്യും? അപ്പുറത്തോട്ട് കൊണ്ടുപോകും അല്ലേ. 50 + 30 80 ആണ്. 80 അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ ഇറ്റ് ബിക്കംസ് 100. സോ 2x എന്ന് പറയുന്നത് എത്രയാണ് കിട്ടുക? 100 എന്ന് കിട്ടും. സോ എക്സ് എന്ന് പറയുന്നത് 50 ഡിഗ്രി ആണെന്ന് കിട്ടി. ഇതുവരെ ഓക്കെ അല്ലേ? യെസ്. ഇനി നമ്മൾ അടുത്തത് കൺസിഡർ ചെയ്യുന്നത് ഈ ഒരു ട്രയാങ്കിൾ ആണ് കേട്ടോ. ഈ ഒരു ട്രയാങ്കിളിൽ നമുക്ക് എന്തൊക്കെയുള്ളത്? എക്സ് എന്ന് പറഞ്ഞാൽ 50 ആണെന്ന് നമുക്ക് ഓൾറെഡി കിട്ടി. സോ അതിവിടെ മാർക്ക് ചെയ്യാണ്. ഓക്കെ, സോ ഇറ്റ് ഈസ് 50. ഓക്കെ, 50 + y + 30 = 180. ഇവിടെയും ഒരു ട്രയാങ്കിൾ ആണ്. സോ സം ഓഫ് ദി ആംഗിൾസ് ഇൻ എ ട്രയാങ്കിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കണം. സോ ഇതിൽ നിന്ന് y = 100 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, സോ നമ്മുടെ ആൻസർ ഏതാ വരിക? 100. ഓക്കെ, y ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ആംഗിൾ. ദാറ്റ് ഇസ് ആംഗിൾ CDB എന്ന് പറയുന്നത് y ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു 100 ഡിഗ്രി. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ പോളിഗൺ ഹാവിങ് 6 sides ഉള്ള പോളിഗണിനെ നമ്മൾ എന്താണ് വിളിക്കുക? എന്താണ്? 3 sides ആണെങ്കിൽ ട്രയാങ്കിൾ എന്ന് പറയും, 4 sides ആണെങ്കിൽ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയും, 5 sides ആണെങ്കിൽ പെൻറ്റഗൺ എന്ന് പറയും, 6 sides ആണെങ്കിൽ നമ്മൾ ഹെക്സഗൺ എന്ന് പറയും, 7 sides ആണെങ്കിൽ നമ്മൾ സെപ്റ്റഗൺ, 8 sides ആണെങ്കിൽ ഒക്ടഗൺ, 9 sides ആണെങ്കിൽ നോണഗൺ, 10 sides ആണെങ്കിൽ ഡെക്കഗൺ അല്ലേ. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. സോ ശ്രദ്ധിച്ച് കേൾക്കുക. ആദ്യം ക്വസ്റ്റ്യൻ നിങ്ങൾ റീഡ് ചെയ്യുക. എന്താണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്? PQR എന്ന് പറയുന്നത് ABയുടെ മിഡ് പോയിന്റ് ആണ് P, അതുപോലെ BCയുടെ മിഡ് പോയിന്റ് ആണ് Q, അതുപോലെ ACയുടെ മിഡ് പോയിന്റ് ആണ് R. ഈ Pയും Qയും Rഉം നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ കിട്ടുന്നുണ്ട് ഇവിടെ. യെസ്, ഒരു കുഞ്ഞ് ട്രയാങ്കിൾ കിട്ടി. അപ്പോൾ ഇവിടെ ഇങ്ങനെ ജോയിൻ ചെയ്തിട്ട് നമുക്കൊരു ട്രയാങ്കിൾ കിട്ടിയപ്പോൾ ഇതിനൊരു പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതൊരു 4 ഈ വലിയ ABC എന്നുള്ള ഒരു ട്രയാങ്കിളിനെ 4 ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. അതായത് 1, this is 2, this is 3 and this is 4. ഈ വലിയ ട്രയാങ്കിളിനെ 4 ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓരോ ട്രയാങ്കിൾസിൻ്റെ ഏരിയയും എന്താണ്? ഈക്വൽ ആണ്. സോ 4 ഈക്വൽ ഏരിയാസ് ഉള്ള ട്രയാങ്കിൾസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ വാട്ട് പാർട്ട് ഓഫ് ദി ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC ഈസ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ PQR. PQR എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ ഈ വലിയ ട്രയാങ്കിളിൻ്റെ ഏരിയനെ കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും? അതായത് 1/4 ആയിരിക്കും അല്ലേ. 1/4 ആണ്. 4 പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. സോ ഏരിയ ഓഫ് PQR എന്ന് പറയുന്നത് 1/4 ആണ്. സോ ആൻസർ ഇസ് ഓപ്ഷൻ C. ഓപ്ഷൻ C ആണ് നമ്മുടെ ആൻസർ വരിക. ഓക്കെ അല്ലേ? യെസ്. Next one, how many isosceles triangle can be drawn with one of the angle 50 degree? ഒരു ആംഗിൾ 50 ഡിഗ്രി ആയിട്ട് ഞാൻ വെക്കുകയാണ്. എനിക്ക് അങ്ങനെയുള്ള എത്ര ഐസോസെലസ് ട്രയാങ്കിൾ ഫോം ചെയ്യാം? യെസ്, ഒരു 50 എടുത്തു, അടുത്തതും 50 എടുത്തു. അങ്ങനെയെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ എന്തായിരിക്കും? ഐസോസെലസ് ട്രയാങ്കിൾസ് ആയതുകൊണ്ട് 2 ആംഗിൾസ് ഈക്വൽ ആയിരിക്കണം അല്ലേ. സോ ഒരെണ്ണം 50, അടുത്തതും 50. ഇനി മൂന്നാമത്തെ ആംഗിൾ എന്തായിരിക്കും? ഇവിടെ 100 കഴിഞ്ഞു, ഇനി ഒരു 18 കൂടെ വന്നാൽ ഇത് 180 ആയി. അപ്പോൾ 3
ആംഗിൾസ് നമുക്ക് കിട്ടി അല്ലേ. ദാറ്റ് ഈസ് ഇത് 80 എന്ന് എടുത്തു, ഇത് 50, ഇത് 50. ഓക്കെ, ഇനി അടുത്തൊരു കേസ് ഞാൻ ഒരു ആംഗിൾ മാത്രം 50 ആയിട്ട് എടുക്കുകയാണെങ്കിൽ ബാക്കി എനിക്ക് എന്താ ഉള്ളത്, ബാക്കി 130 ആണുള്ളത്. ആ 130 ഞാൻ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 65, 65 എന്ന് വരും അല്ലേ. അപ്പോഴും എനിക്കൊരു ഐസോസിലസ് ട്രയാങ്കിൾ കിട്ടി. സോ എനിക്ക് 2 ഐസോസിലസ് ട്രയാങ്കിൾസ് ഫോം ചെയ്യാൻ പറ്റും വിത്ത് വൺ ഓഫ് ദി ആംഗിൾ 50 ഡിഗ്രി. ഏതെങ്കിലും ഒരു ആംഗിൾ 1ഓ അതിൽ കൂടുതലോ ആവാം. അങ്ങനത്തെ ഓൺലി 1 ആംഗിൾ 50 ആണെങ്കിൽ നമുക്കൊരു പോസിബിലിറ്റിയാണ്. പക്ഷേ ഇവിടെ വൺ ഓഫ് ദി ആംഗിൾ ഏതെങ്കിലും ഒരു ആംഗിൾ 50 എന്നുള്ള രീതിയിൽ എടുത്തിട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് 2 ഓപ്ഷൻസ് പോസിബിൾ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മെഷർ ഓഫ് എൻ അക്യൂട്ട് ആംഗിൾ ഓഫ് എ റൈറ്റ് ആംഗിൾഡ് ഐസോസിലസ് ട്രയാങ്കിൾ? അപ്പോൾ ഇവിടെ 2 കണ്ടീഷൻസ് ഉണ്ട് കേട്ടോ. റൈറ്റ് ആംഗിൾഡുമാണ് ഐസോസിലസും ആണ്. സോ നമുക്ക് എല്ലാ ആംഗിൾസും ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഇത് 90 ഡിഗ്രി ആണ് ബിക്കോസ് ഇറ്റ്സ് എ റൈറ്റ് ട്രയാങ്കിൾ. ഇനി ഇത് ഐസോസിലസ് ആണെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കണം. അപ്പം 90 ഡിഗ്രി കഴിഞ്ഞാൽ ബാക്കി നമ്മുടെ കയ്യിൽ ഇനി ഒരു 90 ഡിഗ്രി കൂടെ ഉള്ളൂ. അതിനെ നമ്മൾ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇത് 45, ഇത് 45 ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ അക്യൂട്ട് ആംഗിൾ എത്രയാണ്? 45 ഡിഗ്രിയാണ്. ഓക്കെ അല്ലേ? യെസ്. നെക്സ്റ്റ് വൺ, ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ 3 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ ആൻഡ് 6 സെൻറ്റിമീറ്റർ. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ സൈഡ് ഓപ്പോസിറ്റ് ടു ദി ലാർജസ്റ്റ് ആംഗിൾ? അപ്പോൾ ഇവിടെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇവൻ റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഇത് ഹൈപ്പോട്ടന്യൂസ് ആണെന്ന് പറയും അല്ലേ. ഹൈപ്പോട്ടന്യൂസ് ആണ് ഏറ്റവും ലോങ്ങസ്റ്റ് സൈഡ്. ലോങ്ങസ്റ്റ് സൈഡ് എപ്പോഴും ലാർജസ്റ്റ് ആംഗിളുടെ ഓപ്പോസിറ്റ് ആണ് വരിക. ഓക്കെ, സോ ലാർജസ്റ്റ് ആംഗിളുടെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ് വിൽ ബി ലോങ്ങസ്റ്റ്. സോ ഇവിടെ 3, 4, 6 ഉണ്ട്. അപ്പോൾ 6 ആണ് ഏറ്റവും ലോങ്ങസ്റ്റ് സൈഡ്. അപ്പോൾ 6 ആയിരിക്കും ലാർജസ്റ്റ് ആംഗിളുടെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ, ഒരു ഫിഗർ തന്നിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഇൻ ദ ഫിഗർ an isosceles triangle is attached to one side of a square. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് ഒരു സ്ക്വയറിനെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ സ്ക്വയർ ആണെങ്കിൽ അതിൻ്റെ എല്ലാ ആംഗിൾസും എങ്ങനെയായിരിക്കും? 90 ഡിഗ്രീസ് ആയിരിക്കും. റൈറ്റ്. ഇനി നമുക്ക് തന്നത് ആംഗിൾ ADE എന്ന് പറയുന്നത് 145 ആണ്. 145 എന്ന് പറഞ്ഞാൽ ഈ ടോട്ടൽ ആംഗിളാണ് 145 അല്ലേ. അപ്പോൾ അതിൽ നിന്ന് ഈ ഒരു സ്ക്വയറിൻ്റെ 90 ഡിഗ്രി ഞാൻ സബ്ട്രാക്ട് ചെയ്യണം. സോ എന്താ നമുക്ക് കിട്ടുക? 145 മൈനസ് 90, സോ 55 എന്ന് കിട്ടും അല്ലേ. സോ ഈ ആംഗിൾ എന്ന് പറയുന്നത് 55 ഡിഗ്രിയാണ്. ഇനി എനിക്ക് തന്നിട്ടുള്ളത് DE എന്ന് പറയുന്നത് ഈക്വൽ ടു CE ആണ്. ഇതൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആണെന്ന് പറഞ്ഞു. സോ CDE എന്ന് പറയുന്നത് ഐസോസിലസ് ട്രയാങ്കിൾ ആണ് വിത്ത് DE ഈക്വൽ ടു CE. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്കറിയാൻ പറ്റും CEയുടെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ 55 ആണെങ്കിൽ ഈ DEൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ഈ ആംഗിളും എന്തായിരിക്കണം? 55 തന്നെ ആയിരിക്കണം. സോ ഞാൻ ഇവിടെയും 55 എന്ന് മാർക്ക് ചെയ്യണം. ഇനി എനിക്ക് കണ്ടുപിടിക്കേണ്ടത് മെഷർ ഓഫ് ദി ആംഗിൾ DEC ആണ്. ഈ ആംഗിളാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആ ആംഗിൾ എനിക്ക് കണ്ടുപിടിക്കണമെങ്കിൽ വളരെ ഈസി ആണ് അല്ലേ. എന്താണ്? ഐ എം ഗോയിങ് ടു കൺസിഡർ ട്രയാങ്കിൾ CDE എന്നുള്ള ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാൻ പോവാണ്. സോ കൺസിഡർ ട്രയാങ്കിൾ CDE. ആ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 55 എന്നുണ്ട്, ഇവിടെ 55 എന്നുണ്ട്, ഇവിടെ നമുക്ക് അറിയില്ല. സോ ആംഗിൾ DEC is equal to 55 plus 55 എത്രയാ? 110 അല്ലേ. സോ 180 മൈനസ് 110 ചെയ്താൽ നമുക്ക് 70 ആൻസർ കിട്ടും. സോ ഓപ്ഷൻ B is the answer. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി എഡ്ജസ് ഡസ് എ സ്ക്വയർ പിരമിഡ് ഹാവ്? അപ്പോൾ നമ്മുടെ സ്ക്വയർ പിരമിഡിന് എത്ര എഡ്ജസ് ഉണ്ടെന്നാണ് ചോദ്യം. അപ്പോൾ സ്ക്വയർ പിരമിഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇത് ഇവിടെ നമുക്കൊരു സ്ക്വയർ ഉണ്ടാവും ആൻഡ് ഈ 4 ട്രയാങ്കിൾസ് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ സ്ക്വയർ പിരമിഡ് ഫോം ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മളിത് വരയ്ക്കുകയാണെങ്കിൽ അതിങ്ങനെ വരും. ഓക്കെ, അപ്പോൾ മാം വരച്ചത് അത്ര കറക്റ്റ് ആയിട്ടില്ല. ഓക്കെ, സോറി. ഇങ്ങനെയാണ് ഉണ്ടാവുക. യെസ്. സോ ഇതിന് എത്ര എഡ്ജസ് ഉണ്ടെന്ന് ചോദിച്ചാൽ താഴെ ബേസിൽ നമുക്ക് 4 എഡ്ജസ് ഫോം ചെയ്യും. 1, 2, 3, 4.
ഇനി ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്തിട്ട് ഒരു എഡ്ജ് ഫോം ചെയ്യും. അതുപോലെ ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്തിട്ട് ഒരു എഡ്ജ്, ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്തിട്ട് ഒരു എഡ്ജ്, ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്തിട്ട് ഒരു എഡ്ജ്. അങ്ങനെ 4 ലാറ്ററൽ എഡ്ജസും 4 ബേസ് എഡ്ജും ഉണ്ടാവും. സോ ടോട്ടൽ നമുക്ക് 8 എഡ്ജസ് ആണ് ഉണ്ടാവുക. സോ ഓപ്ഷൻ ബി ഈസ് ദ ആൻസർ. ഓക്കെ അല്ലേ? യെസ്. സോ with that we come to the end of this chapter. അപ്പോൾ ഇനി നമുക്ക് ബാക്കി അടുത്ത ചാപ്റ്ററുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. Till then, bye bye.